കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒറ്റത്തൂണിൽ 6 വരിപ്പാലം. നമ്മുടെ കേരളത്തിലെ എഞ്ചിനീയർമാരുടെ ഒരു കരവിരുത് തന്നെയാണ് ഇവിടെ വരുന്നത്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ബോക്സ് ഗേഡറിലുള്ള 6 വരിപ്പാലമാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. ഇതിൻ്റെ നീളം 1.1 കിലോമീറ്ററാണ്. നമ്മുടെ കറന്തക്കാട് മുതൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പഴയ മിലിയൻ തിയേറ്റർ വരെയാണ് ഈ പാലം. വടകര ആസ്ഥാനമായുള്ള ULCC എന്ന കമ്പനിയാണ് ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. അതിവേഗമാണ് ഇപ്പോൾ വർക്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളെ ഇന്നത്തെ വീഡിയോ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ചെറുക്കള വരെയുള്ള അപ്ഡേറ്റ്സ് ആണ്. നമ്മൾ ഈ കാണുന്നത് അണങ്കൂറിൽ വരുന്ന അണ്ടർ പാസേജിന് മുകളിലുള്ള റോഡാണ്. ഇതിൻ്റെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്തായിട്ട് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ വിദ്യാനഗർ ഗവൺമെൻറ് കോളേജിന് മുൻവശത്ത് വരുന്ന ഫുട് ഓവർ ബ്രിഡ്ജ്, നമ്മുടെ കേരളത്തിലെ ആദ്യമായിട്ടാണ് ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് തുറന്നു കൊടുക്കുന്നത്. നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിലെ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയാകെ 3 ബോക്സ് ടൈപ്പ് ഗേഡറുകൾ മാത്രമാണ് ഇവിടെ സെറ്റാക്കാൻ ബാക്കിയുള്ളത്. ബാക്കി എല്ലാ വർക്കും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ഫാസ്റ്റായി തന്നെയാണ് ULCC നമ്മുടെ ആദ്യത്തെ റീച്ചിൽ വർക്ക് നടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ കാണാൻ ശ്രമിക്കണേ. കാരണം അതിൻ്റേതായ ദൃശ്യഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ചിൽ വർക്ക് ഏറ്റെടുത്തിരിക്കുന്ന ULCC 80% വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലും 80% വർക്ക് പുരോഗതി കാണാൻ സാധിക്കുന്നുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്ക് കഴിയുന്നതോടുകൂടി പുതിയ ബസ് സ്റ്റാൻഡിൽ അനുഭവപ്പെടുന്ന ഗതാഗതക്കുരുക്കിനൊരു പരിഹാരമാകുമെന്നതിൽ നമുക്ക് യാതൊരു സംശയമില്ല. ഇതിൻ്റെ താഴെയായിട്ട് വലിയ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. നമ്മുടെ 6 വരിപ്പാലം എൻഡാവുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ മുതൽ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗങ്ങളിലായിട്ട് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 2 ഭാഗത്തായിട്ട് ഇപ്പോൾ 6 പാനലുകൾ സെറ്റാക്കിയിട്ട് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേൽപ്പാലം കഴിഞ്ഞ് നമ്മൾ മംഗലാപുരം ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. നമ്മളങ്ങനെ നുള്ളിപ്പാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നുള്ളിപ്പാടിയിൽ അണ്ടർ പാസേജ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒപ്പ് ശേഖരിച്ചിട്ട് കളക്ടർക്കൊക്കെ നിവേദനം നൽകിയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ചക്ക് മുമ്പ് നമ്മളിവിടെ ഒരു സമരപ്പന്തലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നിലവിലിവിടെ സമരപ്പന്തലമൊന്നുമില്ല. ഇവിടെ അണ്ടർ പാസേജ് വരാൻ സാധ്യതയില്ലെന്നാണ് അറിവ്. 2 ഭാഗത്തായിട്ട് നേരത്തെ സർവീസ് റോഡ് റെഡിയാക്കിയിട്ടാണ് ഇവിടെ വർക്ക് ഇവർ നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫ്രിക്ഷൻ സ്ലാബ് നിരത്തി വെച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് കുന്ന് പോലത്തെ പ്രദേശമായിരുന്നു കേട്ടോ. ഇവിടുന്ന് മണ്ണെടുത്തിട്ട് ആണിപ്പോൾ റിയാലിമിൻ്റെ ഭാഗമായിട്ട് പുതിയ റോഡ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ മുതൽ നമുക്ക് ഒരു ഭാഗത്തായിട്ട് റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 വരിപ്പാത. നമ്മുടെ അണങ്കൂർ അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. അതിൻ്റെ മുകളിലായിട്ടുള്ള റോഡ് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. നമ്മളെ കാസർഗോഡ് ഭാഗത്തോട്ട് ഇപ്പോൾ വാഹനങ്ങൾ അതിൽ കൂടി കടന്നു വരികയാണ്. നമ്മളെ ചെറുക്കള ഭാഗത്തോട്ട് നേരത്തെ കുറച്ച് ഭാഗങ്ങളായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ പൂർണ്ണമായിട്ടും റോഡ് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ 2 ഭാഗത്തായിട്ട് നിങ്ങൾ കാണാം. നല്ല താഴ്ചയിലാണ് ഇവിടെ റോഡ് വരുന്നത്. കുന്നുപോലത്തെ പ്രദേശമായിരുന്നു. അപ്പോൾ മണ്ണെടുത്തിട്ടാണ് പുതിയ റോഡ് നിർമ്മിക്കുന്നത്. 2 ഭാഗങ്ങളായിട്ടും സർവീസ് റോഡ് നല്ല ഉയരത്തിലാണ് വരുന്നത് കേട്ടോ. ഇവിടെ മുതൽ കുറച്ച് താഴ്ന്നിട്ടാണ് റോഡ് വരുന്നത്. നമ്മളിങ്ങനെ അണങ്കൂർ അണ്ടർ പാസേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്.
അപ്പോൾ അണങ്കൂർ അണ്ടർ പാസേജിൻ്റെ മുകളിലായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ വാഹനങ്ങൾ ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തോട്ട് വരികയാണ്. മറുവശത്ത് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടില്ല. അപ്പോൾ വർക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ പുരോഗമിച്ചിട്ട് മറുവശത്തും റോഡ് തുറന്നു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ചെറിയൊരു അണ്ടർ പാസേജാണ് അനുവദിച്ചിട്ടുള്ളത്. ഇവിടെയാണ് മെർജിങ് പോയിന്റ് വരുന്നത്. ഈ ഭാഗങ്ങളിൽ കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മുഴുവനായിട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടില്ല. താൽക്കാലികമായിട്ട് ഇപ്പോൾ വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്നു പോവുകയാണ് ഈ മെർജിങ് പോയിന്റിൽ കൂടി. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ വിദ്യാനഗർ കുറച്ച് ഉയർന്ന പ്രദേശമാണ്, നേരെ കുന്നും പ്രദേശം ഉണ്ടായിരുന്നു. അപ്പോൾ മണ്ണെടുത്തിട്ടായിരുന്നു ഇവിടെ നിലവിലിപ്പോൾ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ഗവൺമെൻറ് കോളേജിൻ്റെ മുൻവശത്തായിട്ട് ഫൂട്ട് ഓവർ ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് തുറന്നു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയിൽ നമ്മൾ ചൗക്കി കഴിഞ്ഞ് നമ്മുടെ കല്ലങ്കൈ ഭാഗത്തും ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളെ മഞ്ചേശ്വരം കുഞ്ചത്തൂർ ഭാഗത്തുള്ള അവിടെയും ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് റോഡ് നല്ല താഴ്ചയിലാണ് വരുന്നത്. ഇവിടെ സർവീസ് റോഡ് ഉയരത്തിലാണ് വരുന്നത്. വിദ്യാനഗറിൽ ഒരു ഓവർ പാസ് അനുവദിക്കാമായിരുന്നു. നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ഈ കുന്ന് പ്രദേശമാണ് അധികവും. അവിടെ ഒരുപാട് ഓവർ പാസ് വരുന്നത്, ഏറ്റവും കൂടുതൽ ഓവർ പാസ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ റീച്ചിലാണെന്ന് തോന്നുന്നു. നമ്മൾ വിദ്യാനഗർ ഫൂട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് ഇരുവശത്തോട്ടും കടന്നു പോകാനുള്ള ഒരു സൗകര്യമാണ്. ഫൂട്ട് ഓവർ കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മളെ വിദ്യാനഗറിലുള്ള അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡാണ്. ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ഭാഗങ്ങളിലായിട്ട് വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ വാഹന ഗതാഗതത്തിനായിട്ട് താഴെ ഭാഗങ്ങളിൽ തുറന്നു കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് അണ്ടർ പാസേജ് കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ വർക്ക് ഇവിടെ പെൻഡിങ് ആയിരുന്നു. കാരണം ഇവിടെ ഈ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ സ്ഥലപരിമിതി കാരണം വർക്ക് ലേറ്റായത്. നമുക്കായി കാണുന്നത് ഗവൺമെൻറ് കോളേജിലുള്ള ഒരു ഗ്രൗണ്ടാണ് ആ ഇടതുഭാഗത്തായിട്ട് കാണുന്നത്. അപ്പോൾ വിദ്യാനഗർ അണ്ടർ പാസേജിൻ്റെ വർക്ക് ഇപ്പോൾ ഫിനിഷായിട്ടുണ്ട്. അണ്ടർ പാസേജ് കഴിഞ്ഞ് നമ്മൾ ചെർക്കള ഭാഗത്തോട്ട് പോകുമ്പോൾ നിലവിലിപ്പോൾ 6 പാനലുകൾ വെച്ച് മണ്ണിട്ട് വരുത്തുന്ന വർക്ക് അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ ഇരുവശത്തോടും കടക്കാൻ വേണ്ടി താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പോൾ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ ഇവിടെ ക്ലോസ്ഡ് ആണ്. BC റോഡ് അണ്ടർ പാസേജിൻ്റെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നായ്മാറമുല അണ്ടർ പാസേജ് എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ ഭാഗങ്ങളിൽ വർക്ക് കഴിഞ്ഞതാണ്. ഇവിടെ അണ്ടർ പാസേജ് നേരത്തെ വർക്ക് കഴിഞ്ഞ് ഇരുഭാഗത്തോട്ടും വാഹനഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. നിലവിൽ നമ്മുടെ അണങ്കൂർ അണ്ടർ പാസേജിൻ്റെ മുകളിലുള്ള ടാറിംഗ് പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വിദ്യാനഗറും നമ്മുടെ BC റോഡ്. നമ്മുടെ നായ്മാറമൂല അണ്ടർ പാസേജിൻ്റെ മെർജിങ് പോയിൻ്റ് ഇടതുവശത്തായിട്ട് വരുന്നത്.
ഈ ഭാഗങ്ങൾ വരെ ടാറിംഗ് പ്രവൃത്തികൾ ഫിനിഷായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ നായ്മാറമൂല അണ്ടർ പാസേജിൻ്റെ മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നിലവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, നായ്മാറമൂലയിൽ അണ്ടർ പാസേജിന് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിൽ വർക്ക് അല്പം ലാഗാവാൻ കാരണം. എന്തായാലും നിലവിലിപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ നല്ല വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് അവസാന ഘട്ടത്തിലാണ്. നമ്മുടെ അണ്ടർ പാസേജ് കഴിഞ്ഞുള്ള ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇരുവശത്തോട്ടും ആ ഭാഗങ്ങളിൽ വാഹനങ്ങൾ മുറിച്ച് കടക്കുന്നതിനാൽ വർക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. നിലവിലിപ്പോൾ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏത് സമയത്തും നല്ല ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥലമാണ് നമ്മുടെ നായ്മാറമൂല. നായ്മാർമൂല അപ്രോച്ച് റോഡ് കഴിഞ്ഞ് നമ്മൾ പാണലം ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ മുതൽ ചെറുക്കള 5-ാം മൈൽ വരെ റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഭാഗങ്ങളിലൊക്കെ നേരത്തെ സർവീസ് റോഡ് റെഡിയാക്കിയിട്ടാണ് ഇപ്പോൾ പുതിയ റോഡിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. ഇവിടെ മുതൽ ഇനി നടപ്പാതയുടെ വർക്ക് മാത്രമാണ് തുടങ്ങാൻ ബാക്കിയുള്ളത് കേട്ടോ. കുറച്ച് ഭാഗങ്ങളിലായിട്ട് നടപ്പാതയുടെ വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഏകദേശം 90% വർക്ക് കഴിഞ്ഞ ഏരിയയാണ് നമ്മൾ പാണലം മുതൽ ചെറുക്കള വരെ. ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ്. ഇവിടെ ഒരു വലതുഭാഗത്തായിട്ട് മെർജിങ് പോയിന്റ് വരുന്നുണ്ട് കേട്ടോ. ഒരു വശത്തായിട്ട് ഇപ്പോൾ കാസർഗോഡ് ഭാഗത്തോട്ട് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഇടതുഭാഗത്തായിട്ട് നമ്മുടെ നായ്മാർമൂല അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിയുന്നതോടുകൂടി ഈ ഭാഗങ്ങളിൽ മുഴുവനായിട്ടും വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും. നമ്മളങ്ങനെ സന്തോഷ് നഗർ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അണ്ടർ പാസേജിന് വേണ്ടിയിട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു അണ്ടർ പാസേജ് ഈ ഭാഗങ്ങളിൽ അനുവദിച്ചിട്ടുണ്ട്. നാലാം മൈൽ അണ്ടർ പാസേജിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുഭാഗത്തായിട്ട് ഒരു മെർജിങ് പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 4-ാം മൈൽ അണ്ടർ പാസേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ്. ഈ ഭാഗങ്ങളിലൊക്കെ വർക്ക് അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നടപ്പാതയുടെ വർക്ക് മാത്രമാണ് ഈ ഭാഗങ്ങളിൽ ഫിനിഷ് ആകാൻ ബാക്കിയുള്ളത്. ലൈറ്റിങ്ങിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ 1 മാസം മുമ്പ് ഈ ഭാഗങ്ങളിൽ ലൈറ്റ് ടെസ്റ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു.
രണ്ട് വശങ്ങളിലായിട്ട് ഇവിടെയാണ് മെർജിങ് പോയിൻ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ സിറ്റിസൺ നഗർ ഭാഗത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സിറ്റിസൺ നഗർ കഴിഞ്ഞ് നമ്മൾ ഇന്ദിരാനഗർ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലതുഭാഗത്തായിട്ട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ, പുതുതായി നിർമ്മിക്കുന്ന ഹോസ്പിറ്റലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ULCCയുടെ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള വർക്കിൻ്റെ എൻഡിങ് ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയാണ് നമ്മുടെ ULCCയുടെ 40 കിലോമീറ്റർ ദൂരമുള്ള വർക്ക് അവസാനിക്കുന്നത്. അപ്പോൾ ഇവിടെ മുതൽ നമ്മുടെ മെഗാ കമ്പനിയുടെ വർക്കാണ് സ്റ്റാർട്ടാവുന്നത്. നമ്മുടെ ചെങ്കള മുതൽ നീലേശ്വരം വരെയാണ് കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് വരുന്നത്. മൂന്നാമത്തെ റീച്ച് നീലേശ്വരം മുതൽ തളിപ്പറമ്പ കുറ്റിക്കോൽ വരെയാണ്. ആ വർക്കും ഏറ്റെടുത്തിരിക്കുന്നത് മെഗാ കമ്പനിയാണ് കേട്ടോ. നമ്മളങ്ങനെ ചെറുക്കള 5-ാം മൈൽ എന്നുള്ള ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഇരുവശത്തോട്ടും മുറിച്ച് കിടക്കാൻ വേണ്ടി സൗകര്യം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾക്ക് രണ്ട് വശത്തോട്ടും ഇരുവശത്തോട്ടും കടന്നു പോകാൻ വേണ്ടിയിട്ട് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെറുക്കള ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുക്കളയിൽ വരുന്ന മേൽപ്പാലത്തിൻ്റെ വർക്ക് തകൃതിയിൽ ഇപ്പോൾ നടക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഒരു വശത്ത് ഇപ്പോൾ വർക്ക് കഴിഞ്ഞിട്ട് ഗേർഡറുകളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, മറുവശത്ത് സ്പാനുകളെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല പുരോഗതി നമുക്ക് മെഗാ കമ്പനിയുടെ ഭാഗത്ത് ഈ ചെറുക്കള ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറുക്കള കഴിഞ്ഞ് നമ്മൾ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങൾ നേരത്തെ മഴക്കാലമായതിനാൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ഭാഗങ്ങളിൽ കലക്ടറൊക്കെ ഇടപെട്ടിട്ട് ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ടായ സ്ഥലമാണ് കേട്ടോ. മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സോയിൽ നെയിലിംഗ് നടത്തിയ ഭാഗങ്ങളിലൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. റോഡ് വിണ്ട് കീറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ ഈ ഭാഗങ്ങളിൽ മഴയൊക്കെ മാറിയത് കാരണം ഇപ്പോൾ വർക്ക് നല്ല പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ചെറുക്കളയിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല കേർവ് പോലെയുള്ള ഈ പാലം നമുക്ക് കാണാൻ എന്താ രസമല്ലേ. ഇവിടെ ലൈറ്റിംഗ് ഒക്കെ വന്നതിന് ശേഷം നല്ല അടിപൊളി ദൃശ്യമായിരിക്കും നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാൻ സാധിക്കുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡ് മുതൽ ചെറുക്കള വരെയുള്ള നാഷണൽ ഹൈവേ വർക്കിൻ്റെ അപ്ഡേറ്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള സുഹൃത്തുക്കൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ. കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ.